അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. പ്രിയമുള്ളവരെ, നാം അനുഭവിക്കുന്ന ചില പ്രശ്നങ്ങൾ അത് തീപാറും വേഗത്തിൽ പെട്ടെന്ന് അതിന് പരിഹാരമാകാൻ പറ്റിയ ഒരു പ്രത്യേകമായ മുത്തായ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച 100%. കാരണം ഈ ഒരു പരിഹാരം എന്ന് പറയുന്നത് നമ്മുടെ എത്ര വലിയ പ്രശ്നമാണെങ്കിലും അത് പരിഹാരമായി കിട്ടും. എത്രത്തോളം എന്ന് പറഞ്ഞാൽ ഈ പ്രശ്നം അവസാനം ഇതിൻ്റെ വക്കിൽ ആത്മഹത്യ ചെയ്യലല്ലാതെ മറ്റൊരു മാർഗവുമില്ല. അത്രക്കുമായ വല്ല പ്രശ്നമാണെങ്കിലും നമ്മളെ പിടിച്ചു നിർത്തുമെന്നുള്ളതാണ്. ഈ ഒരു ദിക്ർ, ഈ ഒരു ഇസ്മ കൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ എത്ര വലിയ പ്രശ്നങ്ങൾ നോക്കൂ. സ്വഹാബത്തുൽ കിറാമിൻ്റെ ചരിത്രത്തിൽ തന്നെ അത്ഭുതമായ പ്രശ്നങ്ങൾ, അതുപോലെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാൻ പറ്റും. ഇതുകൊണ്ട് നമുക്ക് കിട്ടുന്ന പ്രധാനപ്പെട്ട നേട്ടങ്ങൾ എന്ന് പറയുന്നത് പ്രയാസങ്ങൾ മാറും. രണ്ടാമതായി നമ്മുടെ ബുദ്ധിമുട്ടുള്ള ജോലികളൊക്കെ നമുക്ക് ലളിതമായി കിട്ടും. മൂന്നാമതായി നമുക്ക് ആത്മവിശ്വാസം വർദ്ധിക്കും. അതോടൊപ്പം കഷ്ടപ്പാടുകൾ എല്ലാം അള്ളാഹു നീക്കിത്തരുമെന്നുള്ളതാണ്. വിവാഹ പ്രശ്നങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ, വിവാഹം കഴിക്കാത്തവർ, വിവാഹം കഴിഞ്ഞ് ഭർത്താവിൻ്റെ പ്രയാസം, ഭാര്യയുടെ പ്രയാസം, വീട്ടിൽ അമ്മായിമ്മയുടെ പ്രയാസം, ഇത്തരത്തിലുള്ള പ്രയാസങ്ങൾക്കെല്ലാം പരിഹാരം നൽകുന്ന, അതുപോലെ കുടുംബങ്ങൾക്കിടയിൽ സ്നേഹം വർദ്ധിക്കാൻ വളരെ പറ്റിയ അത്ഭുതകരമായ ഒരു ദിക്റിനെയാണ് ഇന്ന് നാം പരിചയപ്പെടുന്നത്. ആരോഗ്യപരമായ പ്രശ്നമാണെങ്കിലും അതിനും ഇത് പരിഹാരമാണ്. അതുപോലെ ഈമാൻ ഹൃദയത്തിൽ അടിയുറക്കാൻ അതുപോലെ ഭയം, അതുപോലെ പേടി, വെപ്രാളം, ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്കും മാനസികമായ വിഷമങ്ങൾക്കൊക്കെ പരിഹാരമായ എല്ലാ ആഗ്രഹങ്ങൾ പണിയാൻ പറ്റുന്ന, കാരണം മഹാനായ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ നടന്നൊരു സംഭവം വല്ലാത്ത അത്ഭുതപ്പെടുത്തുകയാണ്. ആയിഷ ബീവി റളിയല്ലാഹുവിനെ കുറിച്ച് വിശാലമായി പറയുന്നില്ല, ഒന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ആയിഷ റളിയല്ലാഹുവിനെ കുറിച്ച് പലരും പലത് പറഞ്ഞു. എല്ലാവരും ആയിഷ റളിയല്ലാഹുവിനെ വെടിഞ്ഞു. ആ സമയത്ത് ആയിഷ റളിയല്ലാഹുവിനെ പറഞ്ഞു, യാ റസൂലല്ലാഹ്, നബിയെ, എല്ലാവരും എന്നെ കൈവെടിഞ്ഞാൽ എന്നെ അങ്ങ് വിശ്വസിക്കണം, ഞാൻ അത്തരക്കാരിയല്ല, അത്ര മോശപ്പെട്ട പെണ്ണൊന്നും അല്ല. പലരും വന്ന് പറഞ്ഞു, അലി റളിയല്ലാഹു പലരും വന്ന് പറഞ്ഞു, നബിയെ, ഇവിടെ മദീനത്ത് ഇവിടെ പെണ്ണുങ്ങളില്ലേ, ആയിഷ മാത്രമേ ഉള്ളൂ. കാരണം ആയിഷ റളിയല്ലാഹുവിൻ്റെ പ്രശ്നം അത്രയും ഗുരുതരമായി കണ്ട സമയത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവസാനം ആയിഷ ബീബിയെ വീട്ടിലേക്ക് അയക്കുന്നു. വല്ലാത്ത സങ്കടമായി. പ്രിയപ്പെട്ട ഭർത്താവും ഒഴിവാക്കിയല്ലോ. നേരെ ഉപ്പയുടെ അരികിൽ പോയപ്പോൾ പറഞ്ഞു, ഉപ്പ, എൻ്റെ നാട്ടുകാരും എൻ്റെ പ്രിയപ്പെട്ട ഭർത്താവും റസൂലും എല്ലാം ഒഴിവാക്കിയാൽ നിങ്ങൾ എന്നെ വിശ്വസിക്കണം, ഞാൻ അത്തരക്കാരിയല്ല ഉപ്പ എന്ന് പറഞ്ഞപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ആയിഷ ബീബി റളിയല്ലാഹു അൻഹയുടെ വാപ്പ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, മൊത്തായ ഹബീബ് ഒഴിവാക്കിയ ഒരു മോളെ ഒരിക്കലും സ്വീകരിക്കൂലല്ലോ, അത്ര കണ്ട് സ്നേഹിക്കുന്ന ആളാണല്ലോ ഹബീബ് സല്ലല്ലാഹു അലൈഹി. ആ ഉപ്പയും ഒഴിവാക്കുകയാണ്. ഉമ്മയോട് പറഞ്ഞു, എന്നെ ഉപ്പയും ഉമ്മയും എൻ്റെ പ്രിയപ്പെട്ട ഭർത്താവും എൻ്റെ എല്ലാമായ എൻ്റെ ഹബീബും എന്നെ ഒഴിവാക്കി, ഉമ്മ അങ്ങ് എന്നെ വിശ്വസിക്കണം, ഞാൻ അത്തരക്കാരൊന്നും അല്ല ഉമ്മ എന്ന് പറഞ്ഞപ്പോൾ ആ സമയത്ത് ഉമ്മയും ഒഴിവാക്കി. ആയിഷ ബീബി റളിയല്ലാഹു അൻഹ ഒറ്റപ്പെടുത്തി. ആ സമയത്ത് അത്ഭുതകരമാണ്. ആ സമയത്ത് ഏതൊരു മനുഷ്യനും ഇത്തരത്തിലുള്ള ഒറ്റപ്പെടൽ അനുഭവിക്കുമ്പോഴാണ് അതിൻ്റെ വിഷമവും സങ്കടം. ഒറ്റപ്പെട്ടവർ, കാരണം നമ്മുടെ കൂടെ ഉള്ളവർ, നമ്മുടെ കൂട്ടുകാർ, നമ്മുടെ അയൽവാസികൾ, നമ്മുടെ കുടുംബക്കാർ, എല്ലാവരും ഒഴിവാക്കി നാം ഒറ്റപ്പെട്ട അവർക്ക് ഇതിൻ്റെ സങ്കടം വിഷം മാറിയ ആ സമയത്ത് പിടിച്ചു നിൽക്കാനൊന്നും പറ്റൂല. നമ്മുടെ മക്കളുടെ അവസ്ഥ എന്താണ്? പരീക്ഷയിലൊന്ന് തോറ്റു എന്ന് കേൾക്കുമ്പോൾ, അല്ലെങ്കിൽ ഈ അടുത്തൊരു പെൺകുട്ടി ഒരു ആത്മഹത്യ ചെയ്തുവല്ലോ, വല്ലാത്ത സങ്കടമായി. കാരണം എന്തറിയോ? നല്ല സമ്പന്ന കുടുംബത്തിലെ പെൺകുട്ടിയായിരുന്നു, എല്ലാ നിലക്കുള്ള കഴിവുള്ള പെൺകുട്ടിയായിരുന്നു. ആത്മഹത്യ ചെയ്തതിൻ്റെ കാരണം ആ പെൺകുട്ടി പറയുന്നത്, ആ പെൺകുട്ടിയുടെ കൂട്ടുകാർ അവളോട് സംസാരിക്കുന്നില്ല എന്ന വിഷയത്തിൽ മാനസികമായ പ്രശ്നം അനുഭവിച്ചതിൻ്റെ പേരിലാണ്. ആയിഷ റളിയല്ലാഹു അൻഹയുടെ അടുക്കൽ അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആയിഷ ബീവിക്ക് ജിബ്രീൽ അലൈഹിസ്സലാം എന്ന് പറഞ്ഞു, ആയിഷ അത്രക്കാരിയല്ല, നല്ലൊരു മോളാണ് എന്ന് പറഞ്ഞു. ആ സമയത്ത് അള്ളാഹുവിൻ്റെ റസൂൽ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ അരികിൽ വന്ന സമയത്ത് ആയിഷ റളിയല്ലാഹു അൻഹയെ തൂക്കിപ്പിടിച്ച്, കാരണം ജിബ്രീൽ വഹി അറിയിച്ചിരിക്കുന്നു. അത്ഭുതപ്പെട്ടു പോയി. മുത്തായ റസൂൽ ചോദിച്ചു, എങ്ങനെ ആയിഷ നിന്നെ പിടിച്ചു നിർത്തിയത്? കാരണം നീ അത്രയും സങ്കടത്തിലായിരുന്നുവല്ലോ. അപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു കൊടുത്തൊരു ഇസ്മുണ്ട്, ഒരു ദിക്റുണ്ട്, അതാണ് എന്നെ പിടിച്ചു നിർത്തിയത്. കാരണം ഹസ്ബുനല്ലാഹു വ നിഅമൽ വക്കീൽ, ഈ ഒരു ദിക്ർ പറയുന്ന എണ്ണമനുസരിച്ച്
നാം പറഞ്ഞു തരുന്ന രീതി അനുസരിച്ച് ചൊല്ലുകയാണെങ്കിൽ നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്ക് തീപാറും വേഗത്തിൽ പരിഹാരം കിട്ടുന്ന അത്ഭുതകരമായ ഇസ്മാണ്. കാരണം ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞ ഹസ്ബുനല്ലാഹു വ നിഅമൽ വക്കീൽ, എനിക്കല്ല മതി, അല്ല ഉണ്ട് എന്നുള്ള അടിപറച്ച്. കാരണം നമ്മുടെ ജീവിതം എന്നുള്ളത് അത് പൊരുതാനുള്ളതാണ്, അത് പൊരുതി നേടാനുള്ളത്. ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ എൻ്റെ പ്രിയമുള്ളവരെ, നാം ഒരിക്കലും തോറ്റു കൊടുക്കരുത്. കാരണം ഈ ജീവിതത്തിൽ പല പ്രശ്നങ്ങളും വരും, ആ സമയത്ത് നാം അത് പൊരുതി നേടണം. പലരും നോക്കൂ, എന്തെങ്കിലും ചെറിയ ചെറിയ വിഷയങ്ങൾ വരുമ്പോഴേക്കും അങ്ങ് പരാജയപ്പെട്ട് സങ്കടപ്പെട്ട് കരഞ്ഞുകൊണ്ട് അവസാനം പല മുസ്ലിം പെൺകുട്ടികൾ പലരും നാം അറിയാം, എത്രയോ അടുത്ത് ഒരുപാട് പുരുഷന്മാർ സഹോദരന്മാർ പ്രശ്നങ്ങൾ തരണം ചെയ്യാൻ കഴിയാതെ, അതിനെ പൊരുതാൻ കഴിയാതെ അവസാനം ചെറിയ ഈ പ്രശ്നങ്ങൾക്ക് വേണ്ടി ജീവൻ എന്ന ഈ വലിയ അനുഗ്രഹത്തെ അങ്ങ് ആത്മഹത്യ ചെയ്ത് കളഞ്ഞ എത്ര ആളുകളുണ്ട്. നമ്മുടെ ജീവിതം എന്നുള്ളത് അത് വലുതാണ്, പ്രശ്നങ്ങൾ വലിയതല്ല. പ്രശ്നങ്ങൾ ജീവനത്തിലേക്ക് തട്ടിച്ചു നോക്കുമ്പോൾ പ്രശ്നങ്ങൾ ചെറുതാണ്. നാം ജീവനേക്കാൾ വലുതായി പ്രശ്നങ്ങളെ കാണുന്നു. ഒരിക്കലും കാണരുത്. ജീവനാണ് ഏറ്റവും വലുത്. അതിൻ്റെ മുമ്പിൽ വരുന്ന എത്ര വലിയ മല പോലത്തെ പ്രശ്നമാണെങ്കിൽ ജീവിതത്തിൻ്റെ മുമ്പിൽ അത് ചെറുതാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, പ്രശ്നങ്ങളെ വലുതായി കാണുന്നവരൊക്കെയുണ്ട്, ഒരിക്കലും കണ്ടുപോകരുത്. അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷ റളിയല്ലാഹു അൻഹ പഠിപ്പിച്ചു കൊടുത്ത ഹസ്ബുനല്ലാഹു വ നിഅമൽ വക്കീൽ എന്നുള്ള ഈ ഇസ്മ എൻ്റെ പ്രിയപ്പെട്ടവരെ അത്ഭുതമാണ്. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരുള്ള സ്വലാത്ത്, ഇബ്രാഹിമിയ സ്വലാത്ത് ഉണ്ടല്ലോ, അത് 3 തവണ ചൊല്ലി ഹസ്ബുനല്ലാഹു വ നിഅമൽ വക്കീൽ 450 പ്രാവശ്യം ചൊല്ലി വീണ്ടും ഇബ്രാഹിം സ്വലാത്ത് 3 പ്രാവശ്യം പറഞ്ഞ് അള്ളാഹുവിനോട് ദുആ ചെയ്ത് നോക്ക്. നിന്റെ എത്ര വലിയ പ്രശ്നമാണെങ്കിൽ അത് പരിഹരിച്ചു കിട്ടും. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല എല്ലാവിധ പ്രശ്നങ്ങളെ തൊട്ട് നമ്മെ കാത്ത് രക്ഷിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.